ഇന്നലെ മുതൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് മെസ്സി വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരുന്നത്. പക്ഷേ മന്ത്രി പറയുന്നത് എന്താണ്? ആ രീതിയിൽ മെസ്സി വരില്ല, അർജന്റീന വരില്ല എന്നതിലൊരു സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അങ്ങനെ അവർ പറഞ്ഞിട്ടുമില്ല. സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവരാണ് ആ സ്പോൺസർമാരുടെ ഭാഗത്ത് നിൽക്കുന്നത്. അവരുടെ ചില പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ വാർത്തകൾക്ക് കാരണം. അത് പരിഹരിച്ച് മെസ്സി വരും എന്ന പ്രതീക്ഷ തന്നെയാണോ ഈ ഘട്ടത്തിൽ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായിട്ടും മനു, കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ അവർക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മന്ത്രി സംസാരിക്കുന്നത്. ഇനി എന്തായാലും ഒരാഴ്ച കൂടി അവശേഷിക്കുന്നുണ്ട്. ഈ എഗ്രിമെന്റ് വെച്ചിരിക്കുന്ന സ്പോൺസർമാരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് നേരിട്ട് ഇതിൽ പങ്കില്ല, പക്ഷെ സർക്കാരാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും സ്പോൺസർമാരുണ്ട്. ഈ സ്പോൺസർമാരുടെ ഭാഗത്ത് നിന്ന് വന്ന ചില വീഴ്ചകൾ, ആ വീഴ്ചകളാണ് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഈ ആശങ്കകൾക്ക് കാരണമായിട്ട് നിൽക്കുന്നത്. പക്ഷെ അവരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും മെസ്സിയും ടീമും വരില്ല എന്ന് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. ഇനി സമയമുണ്ട്, പ്രതീക്ഷയുണ്ട്, അവർ വരും. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മന്ത്രി സംസാരിച്ചത്. എന്തായാലും ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒന്ന് രണ്ട് റിപ്പോർട്ടർ ചാനലും അതോടൊപ്പം തന്നെ അങ്ങനെ ഒന്ന് രണ്ട് സ്പോൺസേഴ്സ് ആണ് ഇതിന്റെ പ്രധാനമായിട്ടും മുന്നിൽ നിൽക്കുന്നത്. അവരെയൊക്കെ തന്നെ ചർച്ച നടത്തി ഈ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്ന നടപടികളിലേക്ക് തന്നെ സർക്കാർ നീങ്ങും എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരാഴ്ചത്തെ കൂടി സമയം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ പോകും. അതിനുള്ള എഗ്രിമെന്റ്, കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ് സർക്കാരിന്റെ ഭാഗത്തുണ്ട്. ആ എഗ്രിമെന്റ് അടിസ്ഥാനത്തിലാണ് സർക്കാർ മുന്നോട്ട് ഇതുവരെ പോയത്. അതൊരു വ്യക്തത, ഒറ്റ കാര്യം അതൊരു വ്യക്തത. അതായത് ഒരാഴ്ച കൂടി സർക്കാരിന് ഈ സ്പോൺസർമാരുടെ മുന്നിലുള്ള സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ എഗ്രിമെന്റിൽ പറഞ്ഞതനുസരിച്ചുള്ള വ്യവസ്ഥകൾ അവർ പാലിച്ചില്ലെങ്കിൽ സർക്കാർ നിയമ നടപടി സ്വീകരിക്കും. അങ്ങനെയാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും. കാര്യം അതിനുള്ള എഗ്രിമെന്റ് ആണ് സർക്കാർ വെച്ചിരിക്കുന്നത്. അർജന്റീനിയൻ സർക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ കേരള ഗവൺമെന്റുമായിട്ട് അത്തരം ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ടീമുമായിട്ട് അത്തരം ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഈ സ്പോൺസർമാരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രണ്ട് നിയമ നടപടി നേരിടേണ്ടി വരും സ്പോൺസർമാർ, ഒന്ന് സംസ്ഥാന സർക്കാരിന്റെയും മറ്റൊന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെയും. തീർച്ചയായിട്ടും അത്തരം നിയമ നടപടികളൊക്കെ തന്നെ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ശരി, ഏതായാലും ഇപ്പോഴും പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല. ലയോണൽ മെസ്സി വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കായിക മന്ത്രി സംസാരിച്ചത്. സ്പോൺസർമാരുടെ ഭാഗത്തുണ്ടായ ചില വീഴ്ചകളാണ്, അവർ അത് പരിഹരിച്ച് ഒരാഴ്ച കൂടി സമയമുണ്ട്. അതിനുള്ളിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ സ്പോൺസർഷിപ്പ് തുക നൽകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. കാരണം നമുക്കറിയാം, വലിയ ചെലവുള്ള പരിപാടിയാണ്. സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് സ്പോൺസർമാരെ തേടുന്നത് സാധാരണമാണ്. ആ സ്പോൺസർമാർ വരുത്തിയ വീഴ്ചയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.